സേവാഗിന് ശേഷം ഇന്ത്യക്ക് കിട്ടിയ വെടിക്കെട്ട് ഓപ്പണറാണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയ്ക്ക് ഒരു പകരക്കാരനില്ല എന്നത് നമുക്കറിയാം. പക്ഷേ T20യിൽ നിന്ന് രോഹിത് ശർമ്മ വിരമിച്ചു. രോഹിത്തിന്റെ സ്ഥാനത്തേക്ക് ഒരു താരത്തെ ആവശ്യമാണ്. അതാരാണെന്ന് ഇതുവരെ BCCIയും സെലക്ടറും പറഞ്ഞിട്ടില്ല. ഇപ്പോഴിതാ സെലക്ടർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ പകരക്കാരൻ ഈ താരമാണെന്നാണ് സെലക്ടർ പറയുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സീനിയർ സെലക്ടർ അജിത് അഗാക്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യയുടെ T20 ടീമിൽ അഴിച്ചുപണികൾ ഉണ്ടായിരിക്കും. രോഹിത്തിന്റെ പകരക്കാരൻ ഞങ്ങൾ തേടുകയാണ്. നിലവിലത് സഞ്ജു സാംസൺ ആണ്. സഞ്ജുവിന്റെ ബാറ്റിംഗ് രീതി രോഹിത് ശർമ്മയുടേതിന് സമാനമാണ്. മുൻപ് T20 ക്രിക്കറ്റിൽ ജയ്സ്വാൾ ആയിരുന്നു ഞങ്ങളുടെ തുറുപ്പുചീട്ട്. എന്നാൽ സഞ്ജു ജയ്സ്വാളിനെയും വെട്ടിച്ചിരിക്കുകയാണ്. T20 ക്രിക്കറ്റിൽ അടുപ്പിച്ച് 2 സെഞ്ചുറി, അതും ഓപ്പണിങ്ങിൽ. അതൊരു ചെറിയ കാര്യമല്ല. സഞ്ജുവിനെ പോലെ തിലക് വർമ്മയും മികച്ചവനാണ്. പക്ഷേ ഓപ്പണിംഗ് ഞങ്ങളിപ്പോൾ 1-ാം നമ്പറിൽ കാണുന്നത് സഞ്ജുവിനെ തന്നെയാണ്. രോഹിത് ശർമ്മയുടെ പകരക്കാരനാകാൻ സഞ്ജുവിന് സാധിക്കും. സഞ്ജുവിനെ ഞങ്ങൾ ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ വരെ ആക്കും. സൂര്യയെ പോലെ ഒരു ക്യാപ്റ്റനും സഞ്ജുവിനെ പോലെ ഒരു ഓപ്പണറും ഉണ്ടെങ്കിൽ അടുത്ത T20 വേൾഡ് കപ്പും ഇന്ത്യക്ക് ലഭിക്കുമെന്ന് സെലക്ടർ വ്യക്തമാക്കി. രോഹിത് ശർമ്മയുടെ പകരക്കാരൻ സഞ്ജു ആണെന്നാണ് സെലക്ടർ പറയുന്നത്. അടുപ്പിച്ച് 2 സെഞ്ചുറി സഞ്ജു T20യിൽ നേടി. ഒരു സെഞ്ചുറി പോലും സീനിയർ താരങ്ങൾക്ക് നേടാൻ സാധിക്കുന്നില്ല. ആ സമയത്താണ് സഞ്ജു സിമ്പിളായിട്ട് 2 സെഞ്ചുറി നേടിയത്. രോഹിത് ശർമ്മ വിരമിച്ചത് കൃത്യസമയത്താണ്. ആ സ്ഥാനം ഇനി സഞ്ജുവിന് കിട്ടും. വേറെ ആരും തന്നെ ആ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കില്ല. ജയ്സ്വാളും സഞ്ജുവായിരിക്കും ഇനി ഓപ്പണിങ്ങിൽ കളിക്കാൻ പോകുന്നത്. ഗില്ലിനാണെങ്കിൽ ഓപ്പണിങ്ങിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. രോഹിത് ശർമ്മയുടെ കളിരീതി സഞ്ജുവിനാണ് വന്നിരിക്കുന്നത്. സെലക്ടർ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് സഞ്ജുവിൻ്റെ കാലമാണ് വരാനിരിക്കുന്നത്. T20 ക്രിക്കറ്റ് സഞ്ജു ഭരിക്കും. രോഹിത്തിന്റെ പല റെക്കോർഡുകളും സഞ്ജു തിരുത്തി കുറിക്കട്ടെ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.